ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റേത് ഒരു യഥാർത്ഥ പേരല്ല. പേര് ജിസ്മ എന്ന് വിളിച്ചോളൂ. എനിക്ക് 26 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 2 വർഷത്തോളമായി. സത്യം പറഞ്ഞാൽ വീട്ടുകാർ നിർബന്ധിച്ചാണ് എന്നെ വിവാഹത്തിന് സമ്മതിപ്പിച്ചത്. ഡിഗ്രി ഫസ്റ്റ് ഇയർ മുതൽ എൻ്റെ കൂടെ പഠിക്കുന്ന ആളല്ല, പുറത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്. അങ്ങേരുമായി എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതാണ്. വിവാഹം കഴിക്കാനും ഒക്കെ ഒത്തിരി പ്ലാനുകളുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ ഒരു ദിവസം ഞങ്ങളെ ഒരിടത്ത് വെച്ച് പിടിച്ചു. അതിനു മുമ്പേ ഞങ്ങൾ പല സ്ഥലത്തും പോയിട്ടുണ്ട്. പലതും, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ പറ്റുന്നതല്ല കൈമാറിയിട്ടുമുണ്ട്. സ്നേഹം മാത്രമല്ല, പ്രേമം മാത്രമല്ല, മറ്റു കാര്യങ്ങളിലും ഞങ്ങൾ തമ്മിൽ നല്ല പൊരുത്തമായിരുന്നു. എന്നെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൽ ഉറങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ആവശ്യാനുസരണം ഉറങ്ങിയെഴുന്നേറ്റാൽ മാത്രം മതി. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് മട കൈവിടുക? അതുകൊണ്ട് എൻ്റെ അച്ഛൻ കണ്ടുപിടിച്ചിട്ടും അദ്ദേഹത്തിന് വേണ്ടി ഞാൻ തർക്കിക്കുകയും പട്ടിണി കിടക്കുകയും ഒക്കെ ചെയ്തു. നല്ല ഒരു ജോലിയുള്ള വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ പറഞ്ഞിട്ടെന്താ കാര്യം? ജാതിയും മതവും എപ്പോഴും എതിരല്ലേ? അത് തന്നെയാണ് ഞങ്ങൾക്കും വില്ലനായത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സമ്മതമല്ല, എൻ്റെ വീട്ടിലും സമ്മതമല്ല. ഒരിക്കലും ഞങ്ങൾ യോജിക്കരുത് എന്നുള്ള രീതിയിലായിരുന്നു. പുള്ളിക്കാരനെ ആ ജോലി രാജിവെപ്പിച്ചിട്ട് എവിടെയോ അവർ കടത്തി കളഞ്ഞു മാഡം. ഗൾഫിലല്ല, മറ്റൊരു കൺട്രിയിൽ. അദ്ദേഹം അതിന് പോകാൻ സമ്മതിച്ചത് എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. എന്നെ കളഞ്ഞിട്ട് എങ്ങനെ വീട്ടുകാരുടെ നിർബന്ധം മൂലം പുള്ളി പോയി? അത് കഴിഞ്ഞതോടുകൂടി ഞാൻ നിരായുധയായി. എനിക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല. ഞാൻ ഇനി നിന്ന് കഴിഞ്ഞാൽ വേലി ചാടുമെന്നാണ് ഇവർ പറയുന്നത്. കാര്യം, എന്നെ അവർ കണ്ടത് വഴിയിൽ നിൽക്കുന്നൊരു പെണ്ണെ പോലെയാണ്. എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പല പുരുഷന്മാരുടെ കൂടെ പോകാൻ ഞാൻ റെഡി ആയിരിക്കുന്നൊരു പെണ്ണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അച്ഛനും അമ്മയും സംസാരിച്ചത്. പിന്നെ സഹിച്ചവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ, അവർ പറഞ്ഞത് കേൾക്കണം എന്ന് വിചാരിച്ച് ഞാനും ഈ വിവാഹത്തിന് സമ്മതിച്ചു. ഭർത്താവിനെ കണ്ടാൽ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല മനുഷ്യനാണ്, എല്ലാ രീതിയിലും കൊള്ളാം എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്കാദ്യം തോന്നിയത്. പക്ഷേ കല്യാണം കഴിക്കാൻ മാത്രം പൊരുത്തം ഞങ്ങൾക്കിടയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമില്ലായിരുന്നു. എനിക്ക് അങ്ങേരോട് യാതൊരു താല്പര്യമില്ല. പക്ഷേ മറ്റു മോഹങ്ങളൊന്നുമില്ലാതെ വിവാഹ കമ്പോളത്ത് നിൽക്കുന്ന ഒരു പെണ്ണിന് തീർച്ചയായിട്ടും അങ്ങേരെ കാണുമ്പോൾ, അങ്ങേരുടെ ദേഹമൊക്കെ കാണുമ്പോൾ ഒരു ഇളക്കം തോന്നാം. 1% പോലും എനിക്ക് മനസ്സിലായിരുന്നു വിവാഹത്തിന്. കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ ഭർത്താവിൻ്റെ പരാക്രമങ്ങൾക്ക് ഞാൻ വിധേയമാകുമെന്ന് എനിക്കറിയാമായിരുന്നു. അതിന് ഞാൻ മനഃപൂർവ്വം തയ്യാറെടുത്തു. വേറെ ഒരു വഴിയുമില്ലല്ലോ. എന്തായാലും ആദ്യ ദിവസം തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. നല്ല രീതിയിൽ ഒരു സ്ത്രീയെ അറിയുന്ന ആളാണ് ഇങ്ങേരിപ്പോൾ. ആദ്യമായിട്ടല്ല ഇത് തുടങ്ങിയത്, അതെനിക്ക് ഉറപ്പാണ്. എന്നെപ്പോലെ എന്തെങ്കിലും അനുഭവങ്ങൾ അങ്ങേർക്കും കാണാം. ആണുങ്ങളാകുമ്പോൾ പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ അനുഭവങ്ങൾ കാണുമല്ലോ. ഇനിയിപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യ ദിവസം കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. 2ാമത്തെ ദിവസം മുതൽ അയാൾ ഭയങ്കര ഫോമിലാകാൻ തുടങ്ങി. അതൊക്കെ ഞാൻ ഓക്കെ എന്ന മട്ടിൽ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ എല്ലാം കഴിഞ്ഞ ശേഷം അയാൾ എന്നോട് ചോദിച്ച ചോദ്യം എന്നെ ഞെട്ടിച്ചു. ശരിക്കും നിനക്ക് മറ്റാരുമായിട്ടോ ബന്ധമില്ലെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന്. അല്ല, എക്സ്പീരിയൻസിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ എനിക്ക് കഴിയുന്നുണ്ട്. കന്നിപ്പെണ്ണായിരുന്നെങ്കിൽ ഇപ്പോൾ അത് സംഭവിച്ചേനെ, ഇത് സംഭവിച്ചേനെ, അങ്ങനെയായിരിക്കും അവൾ പെരുമാറുക എന്നൊക്കെ പറഞ്ഞ് ഇയാളൊരു സൈക്കോളജിസ്റ്റിനെ പോലെ എന്നോട് എന്തൊക്കെയോ സംസാരിച്ചു. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ രഹസ്യം ഇയാൾ എങ്ങനെ മനസ്സിലാക്കി? ഇയാൾ സംസാരിക്കുന്നത് വലിയൊരു തത്വജ്ഞാനി പോലെയാണ്. പുള്ളി വലിയ വാത്സ്യായന മഹർഷിയാണെന്നുള്ള രീതിയിലാണ് എന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞത്. എന്തായാലും 10 മിനിറ്റത്തെ ആ പ്രഭാഷണം ഞാൻ കേട്ടിരുന്നു. അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ചുരുക്കം പറഞ്ഞാൽ അവസാനം വന്ന് എന്നെ കുറ്റപ്പെടുത്തുകയായിരുന്നു. എനിക്ക് പൂർവ്വകാമുകനുണ്ടായിരുന്നു, റോഡിലൊക്കെ ഗട്ടർ വ്യാപ്തിയായതുപോലെയാണ് ഞാൻ എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞു വെച്ചത്. അതോടുകൂടി എനിക്ക് കരയിളകി. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സ്വഭാവം എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. ഒന്നിലധികം സ്ത്രീകളുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട്. നിങ്ങൾ വെറുതെ ഇങ്ങനെ നടക്കുന്ന ഒരാളല്ല, അഴിഞ്ഞാടി നടക്കുന്ന ഒരു പുരുഷനാണ്. എന്നെ വെറുതെ കുറ്റം പറയേണ്ട കാര്യമില്ല. എനിക്ക് ഈ കല്യാണത്തിന് യാതൊരു താല്പര്യമില്ലായിരുന്നു. ഇതിനു മുമ്പ് എനിക്കൊരു കാമുകനുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ എല്ലാ ബന്ധങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ കല്യാണം നടന്നില്ല. നിങ്ങൾ എന്നെ കണ്ടിഷ്ടപ്പെട്ടപ്പോൾ വീട്ടുകാർ സമ്മതിച്ചപ്പോൾ, നിർബന്ധിച്ചപ്പോൾ ഞാനും അങ്ങ് സമ്മതിച്ചു. അത്രയേ ഉള്ളൂ. ജീവിക്കണ്ടേ? നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്നെ ഇപ്പം തന്നെ ഒഴിവാക്കിയരെ. ഞാൻ ഇതുവഴി എവിടെയെങ്കിലും പോയിക്കോളാം. ഇനിയിപ്പോൾ അടുത്ത കാലത്തൊന്നും ആരും എന്നെ വിവാഹത്തെ നിർബന്ധിക്കില്ലല്ലോ. ഞാൻ വീട്ടിൽ പോയി, അല്ലെങ്കിൽ വീട്ടിൽ പോകുന്നില്ല.
പുറത്തെവിടെങ്കിലും പോയി മനസ്സമാനത്തോടെ ജീവിച്ചേക്കാം. അവിടെ പോയിട്ട് കാര്യമില്ല, ഇവിടെ വന്നിട്ട് കാര്യമില്ല. പിന്നെ പെണ്ണിന് മാത്രം പോരാ, ചാരിത്രം ആണിനും വേണം എന്ന് പറഞ്ഞ് ഞാനും തിരിച്ച് 20 മിനിറ്റ് ഒരു പ്രഭാഷണം അങ്ങ് നടത്തി. അവസാനം അത് വഴക്കുണ്ടാകുന്നുള്ള ഘട്ടത്തിലേക്ക് വന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് അവിടെ ഇവിടെ നോക്കാനില്ല, ഇവിടെ കിടന്ന് ഞാൻ അലറി വിളിക്കും, നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എല്ലാവരും അറിയും, സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് എന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും പുള്ളി പറഞ്ഞു, അടം കടങ്ങ്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, എൻ്റെ വീട്ടുകാർക്ക് എന്നെ പറ്റിയിട്ട് ഒന്നും അറിയില്ല, ജാതിയും മതവും ഒക്കെ നോക്കുന്ന ആൾക്കാരാണെന്ന്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ തന്നെയാണ് എല്ലാവർക്കും പ്രശ്നം. ധാരാളം പേരുടെ കൂടെ എക്സ്പീരിയൻസ് ഉള്ള നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു പെണ്ണെ കിട്ടണമെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ തിരഞ്ഞ് ഒത്തിരി കണ്ടുപിടിക്കേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരൻ എന്നോട് പിന്നെ കുറേ ദിവസത്തേക്ക് വലിയ രീതിയിലൊന്നും മിണ്ടാട്ടം ഉണ്ടായില്ല മാഡം. ഞങ്ങൾ രണ്ടുപേരും അന്യരെ പോലെയായിരുന്നു. ആദ്യ 2 ദിവസം കാണിച്ച ആഹ്ലാദമോ ആവേശമൊന്നും പുള്ളി കാണിച്ചതുമില്ല. അതുകൊണ്ട് ഞാനും ഒന്നും പറഞ്ഞില്ല. തീരുമാനം പറയുകയാണെങ്കിൽ ഈ വിവാഹബന്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി സ്വതന്ത്രമായി ജീവിക്കണം, അല്ലെങ്കിൽ പഴയ കാമുകനെ കണ്ടുപിടിക്കണം. ഇങ്ങനെ കുറേ പദ്ധതികൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്തായാലും ഈ ആണുങ്ങളുടെ മനസ്സിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പഴയ കാമുകനെ ഇനി സ്വീകരിക്കുമോ? ഇല്ലായിരിക്കാം. ഇനി സ്വതന്ത്രമായിട്ട് ജീവിക്കാം എന്നൊക്കെ ഞാൻ കുറേ അധികം മനക്കൊട്ടകൾ കെട്ടി. പക്ഷേ 10-15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറയാം, ഇത് അത്ര കേട്ട് പരിചയമുള്ള കാര്യങ്ങളായിരിക്കില്ല. നിങ്ങളുടെ ഹിസ്റ്ററി ആണെങ്കിൽ അത് കേട്ട് പഴകിയ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല, വളരെ പുതുമയുള്ളതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഞാൻ പറയുന്നത് കേൾക്ക്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകാമെന്ന്. ഞാൻ ചോദിച്ചു, എന്താ അഡ്ജസ്റ്റ്മെൻറ്റ്? അതല്ലേ ഞാൻ പറയാൻ വരുന്നത്. എനിക്ക് ധാരാളം സ്ത്രീകളെ ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ള അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള പല സ്ത്രീകളോടും എനിക്ക് നല്ല ഇഷ്ടം തോന്നിയിട്ടുണ്ട്. പക്ഷേ വീട്ടുകാരുടെ സ്വഭാവം മൂലം അല്ലെങ്കിൽ ഈ കൾച്ചറും മറ്റും മണ്ണാങ്കട്ടയൊക്കെ പറയില്ലേ, അതുകൊണ്ട് പലപ്പോഴും അങ്ങ് അടുത്തിടപഴകാൻ എനിക്ക് പറ്റിയിട്ടില്ല. ആരോടും അടുത്തിടപഴകാതെ നിങ്ങൾ എങ്ങനെയാണ് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുത്തത്? എന്തോ ഞാനീ പോലെ എന്നെ കുറ്റം പറഞ്ഞത് കേട്ടില്ലോ എന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എനിക്ക് അങ്ങനെയുള്ള പ്രേമബന്ധങ്ങളോ മറ്റോ അല്ല, ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ഒന്നുമല്ല എൻ്റെ ബന്ധങ്ങൾ. ഇഷ്ടമില്ലാത്ത ആൾക്കാരോടായിരുന്നു പിന്നെ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എടി അതല്ല, എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഒത്തിരി താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ പൈസ കൊടുത്ത് പുറത്ത് പോയിട്ടുണ്ട്. പൈസ കൊടുത്തോ? അതെ, ഞാൻ സിറ്റികളിലൊക്കെ പോകുമ്പോൾ അവിടെ ഉണ്ടല്ലോ. എന്ത് എടി, ഈ വീട്ടമ്മമാരും പിന്നെ കോളേജ് സ്റ്റുഡൻസൊക്കെ ഇല്ലേ, പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കും. അങ്ങനെ പൈസ കൊടുത്ത് 8 വട്ടം ഞാൻ അനുഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ വ്യക്തികളുമായിട്ട് എനിക്ക് ഫോൺ ബന്ധങ്ങളൊന്നുമില്ല. കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കേട്ടിട്ടുള്ളതേ ഉള്ളൂ. ആ സമയത്ത് അങ്ങനെ കുറച്ച് ആളുകളുമായിട്ട് എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ അവരെ മോഹിച്ച ആളൊന്നുമല്ല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അത്രയേ ഉള്ളൂ. നിങ്ങൾ പിന്നെ ആരെയും മോഹിച്ചേ? ഇവിടെ കുറേ ചേച്ചിമാരും ഒക്കെ ഉണ്ട്, അവരൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ അടുത്ത് പോയങ്ങ് പറയണം. അപ്പോൾ ചിലപ്പോൾ അവർക്ക് അനിയുകയാണെങ്കിൽ കാര്യങ്ങൾ നടക്കുമെന്ന്. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, എടി അങ്ങനെയല്ല, ഞാൻ ഓരോരുത്തരെയായിട്ട് ചൂണ്ടിക്കാണിച്ചു തരാം. കൂടുതലും അടുത്തുള്ളവരും ബന്ധുക്കളുമൊക്കെയാണ്. അപ്പോൾ അവരോട് സംസാരിച്ചു കഴിഞ്ഞ് നീ അവരുമായി നല്ല ഫ്രണ്ടാകണം. പിന്നെ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കണം. ഏത് കാര്യങ്ങൾ? അവർക്ക് ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഭർത്താക്കന്മാരുടെ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ തുറന്ന് പറയില്ലേ, അതേപോലെ അടുപ്പമുണ്ടാക്കണം. എന്നിട്ട് പതുക്കെ പതുക്കെ നീ കാര്യത്തിലേക്ക് കിടക്കണം. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എടി, അങ്ങനെ എന്നെക്കുറിച്ചുള്ള ഗുണഗണങ്ങൾ നീ അവരോട് പറയണം. ഇന്നലെ ചേട്ടൻ എന്നെ ഉറക്കിയില്ല, ചേട്ടനെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടി, ഇപ്പോഴും ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്, ചേട്ടനെ പോലെ തകിലടി വിദഗ്ധൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് നീ അവരോട് പൊക്കി പറയണം. എന്നിട്ട് അത് കേൾക്കുമ്പോൾ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ എന്നോട് ഇത്രയെങ്കിലും താല്പര്യമുള്ള പെണ്ണുങ്ങളാണെങ്കിൽ മനസ്സിൽ എന്നെ ഒന്ന് വിചാരിക്കാൻ തുടങ്ങും. പിന്നെ നിങ്ങളാരെ കാമദേവനാണോ? എടി, നീ പറയുന്നത് പോലെ അങ്ങനെ കാമദേവനൊന്നും അല്ലെങ്കിലും സ്ത്രീകൾക്ക് വേറെന്തെങ്കിലും പെണ്ണ് പുരുഷന്മാരെ പറ്റി പുകഴ്ത്തി പറയുമ്പോൾ അല്ലെങ്കിൽ കേമനാണെന്ന് പറയുമ്പോൾ ഏതൊരു സ്ത്രീക്കും ഒരു ഉൾമോഹം തോന്നും. എൻ്റെ ഭർത്താവ് ഇത്രയേ ഉള്ളോ, അതിനേക്കാൾ കേമനാകുമോ അവൻ എന്ന് തോന്നും. പിന്നീട് എന്നെ കാണുമ്പോൾ നോർമലായിട്ട് സംസാരിക്കുമ്പോൾ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിൽ കൂടി പോവുക. സാഹചര്യമുള്ളവരാണെങ്കിൽ നമുക്ക് വേണ്ടി ഒരവസരം തരും. ഞാനായിട്ട് തനിയെ അവരുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറ്റുമോ? ഇല്ല. അവരോട് സംസാരിക്കാൻ പറ്റുമോ? അപ്പോൾ സംശയം വരും. നീ കൂടെ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. അങ്ങനെ
പലതവണ പോയി കഴിഞ്ഞാൽ അവരെ വളച്ചെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നീയാണെങ്കിൽ വളമൊന്നിട്ട് തന്നാൽ മതി, തഴച്ച് ഞാൻ വളർന്നോളാം, എൻ്റെ ആഗ്രഹമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ഈ കാര്യത്തിന് ഞാൻ കൂടെ നിൽക്കണം. ഈ പണിക്ക് പറയുന്ന പേര് വേറെയാണെന്ന്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, വേറെയാണെങ്കിലും അല്ലെങ്കിലും നിനക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. അങ്ങനെയാകുമ്പോൾ നിനക്ക് പല ബെനിഫിറ്റുകളുമുണ്ട്. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് ഉടനെ ഒന്നും കുട്ടികൾ വേണ്ട. അതുമാത്രമല്ല, നിനക്ക് നിൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നടത്താനുള്ള അവസരം കിട്ടും. നിങ്ങൾ എന്തായി പറഞ്ഞത്? ഞാൻ അത്രക്കാരിയല്ല. എടീ, നീ എത്രക്കാരിയാണെന്ന് എനിക്കറിയില്ല. എന്നാലും നിനക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പോട്ടെ, എന്നെപ്പോലെ തന്നെ നിനക്ക് ഇഷ്ടമുള്ള ആണുങ്ങളെ കണ്ടുമുട്ടാനും. അല്ലെങ്കിൽ പോട്ടെ, നീ അങ്ങ് പകൃതിയാണെന്ന് വെക്കാം. അപ്പോൾ നിനക്ക് പഴയ കാമുകനെ മാത്രം ആയിരുന്നു ഇഷ്ടം. എന്നാലും അവനൊന്ന് വന്നു കഴിഞ്ഞാൽ, അവൻ്റെ വരം ഒന്ന് കണ്ടാൽ തീരാത്ത ദുരിതങ്ങൾ നിനക്ക് തീരുമല്ലോ. അവനുമായിട്ടുള്ള നിൻ്റെ ബന്ധം പുനഃസ്ഥാപിക്കാം. അപ്പോൾ നമുക്ക് രണ്ടുപേർക്ക് പ്രശ്നമില്ല. എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകും, നിൻ്റെ കാര്യങ്ങൾ അങ്ങനെ നടന്നു പോകും. ഇതിനാണ് കാക്കയുടെ വിശപ്പും മാറും പശുവിൻ്റെ കടിയും മാറും എന്ന് പറഞ്ഞത്. നിങ്ങളുടെ കോടി, എനിക്കറിയില്ല എൻ്റെ കാമുകൻ എവിടെയാണെന്ന്. അങ്ങനെ എവിടെ പോയി, അങ്ങനെ എന്നെ ചതിച്ചിട്ട് പോയെന്ന് തോന്നുന്നു പറഞ്ഞു. അയ്യോടി, ചതിച്ചിട്ട് പോയ കാമുകനെയാണോ നീ ഇത്ര വലിയ നല്ലവനാണെന്ന് പറയുന്നത്? അത് ഞാൻ നല്ലവനാണെന്ന് പറഞ്ഞില്ലല്ലോ. എനിക്ക് നേരത്തെ ഒരു കാമുകൻ ഉണ്ടായിരുന്നു, അങ്ങേരുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ മാഡം, അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്തായാലും അവനവൻ അടിക്കാനുള്ള ആണിക്ക് വേണ്ടി ചുറ്റിക അവനോട് തന്നെ കൊണ്ടുവരികയും കണ്ടെത്തുകയും ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഭർത്താവിനെ നോക്കി. ഇത് എന്തൊരു വിചിത്രമായ സ്വഭാവമുള്ള മനുഷ്യനാണ്, എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? കുറേ നേരം ഞാനിരുന്ന് ആലോചിച്ചു. ഒരു കാമുകൻ്റെ കൂടെ ദീർഘകാലം ബന്ധം, എല്ലാം അറിഞ്ഞു. പിന്നീട് അത് പൊട്ടി, കല്യാണം നടന്നു. ഭർത്താവുമായിട്ട് വളരെ ചുരുക്കം ബന്ധം മാത്രം. പക്ഷേ ഇനിയിപ്പോൾ ഈ വിവാഹബന്ധം പിരിഞ്ഞെന്ന് പറഞ്ഞാലും നല്ലൊരാളെ കിട്ടുമോ? കിട്ടുമായിരിക്കാം, ഇല്ലായിരിക്കാം. എന്തായാലും അസംതൃപ്തികൾ മാത്രമാണ് ജീവിതത്തിൽ ഇനി മുന്നോട്ട്. അല്ലാതെ ആദ്യം സ്നേഹിച്ച ആളെ കിട്ടില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങേരുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പലവിധ ഗുണങ്ങളുമുണ്ട്. മറ്റു പെണ്ണുങ്ങളോട് സംസാരിച്ച് എൻ്റെ ഭർത്താവിനെ അവരിലേക്ക് നയിക്കാൻ എനിക്ക് കഴിയുമോ? എനിക്കറിയില്ല. എന്തായാലും ഹസ്ബൻഡ് പിന്നീട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ ഡൈവേഴ്സ് ചെയ്ത് വേറെ പെണ്ണെ കല്യാണം കഴിക്കാമല്ലോ, സ്വതന്ത്രമായി ജീവിക്കാം, ഇഷ്ടമുള്ള പെണ്ണിൻ്റെ കൂടെ, കന്നി പെണ്ണിൻ്റെ കൂടെ എന്ന് പറഞ്ഞു. ഭർത്താവ് പറഞ്ഞു, ഓ, അങ്ങനെയുള്ള പെണ്ണുങ്ങളൊന്നും ഇനി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ തമ്മിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഞാൻ നിന്നെ ശല്യപ്പെടുത്താൻ വരുന്നില്ല, നീ എന്നെ ശല്യപ്പെടുത്താൻ വരുന്നില്ല. അതിന് പകരം നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് യാതൊരു താല്പര്യമില്ലെന്ന് വെച്ചപ്പോൾ ഭർത്താവ് പറഞ്ഞു, ആ, കിട്ടാതാകുമ്പോൾ കിട്ടേണ്ട തേടി വരുമല്ലോ, അങ്ങനെ മതി. നിനക്കും അത്യാവശ്യമാണെങ്കിൽ എന്നോട് പറയുക, ഞാനായിട്ട് നിന്നെ ശല്യപ്പെടുത്താൻ വരുന്നില്ല. പക്ഷേ ഞാൻ എല്ലാ കാര്യങ്ങൾക്കും ഒരുക്കമാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിങ്ങനൊരു താല്പര്യം തോന്നുകയാണെങ്കിൽ വിളിക്കാം, അത്രേ ഉള്ളൂ. അതും ഡീലാണ്, തലവേദന കുറവ് എന്ന് വിചാരിച്ച് ഞാനും അതങ്ങ് അക്സെപ്റ്റ് ചെയ്തു. മാഡം, ഇനിയിപ്പോൾ ടാസ്ക് ഉണ്ട്. ആദ്യം അങ്ങനെ ചൂണ്ടിക്കാണിച്ചു തന്ന ആരെയാണെന്ന് അറിയാമോ? അങ്ങയുടെ തന്നെ ഒരു ചേട്ടൻ്റെ ഭാര്യയാണ്. ഒരു ചേട്ടൻ എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ്റെ ബന്ധുവായിട്ടുള്ള ഒരാളുടെ ഭാര്യയാണ്. ആ സ്ത്രീ ഒരു ടീച്ചറാണ്. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര ആദർശം പറയുകയും നല്ല രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ത്രീയാണ്. പക്ഷെ കണ്ടാൽ അതീവ സുന്ദരിയാണ്. കണ്ടപ്പോൾ അവരോട് ഒരിളക്കം തോന്നുന്നതിൽ കുറ്റം പറയാനുമില്ല. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ എന്ന് പറയുന്ന അവരുടെ ഭർത്താവ് അത്രയ്ക്ക് അങ്ങടെ പോരാന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഒരു കിണങ്ങാമണിയൻ. അങ്ങേരെ കൊണ്ട് എങ്ങനെയാണ് ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്? ഇവരുടെ കുലീനത്വം നിറഞ്ഞ ആ പെരുമാറ്റം, അതും അങ്ങേരുടെ ആ രീതികളും കൂടെ ചേർന്ന് പോകുന്നില്ല. എന്തെങ്കിലും ഗുലുമാലുകൾ ഇതിന് പിന്നിൽ കാണുമോ എന്നൊക്കെ ഞാൻ ഓർത്തു. എങ്കിലും ഹസ്ബൻഡ് ആദ്യം കാണിച്ചു തന്ന ടാസ്ക് അല്ലേ, ഇതിലെനിക്ക് ബെനിഫിറ്റ് ഒന്നുമില്ല. എൻ്റെ കാമുകൻ ഇവിടെ ഇല്ല. ഞാൻ പറഞ്ഞു, ഇന്ന ആളായിരുന്നു എൻ്റെ കാമുകൻ എന്നൊക്കെ പറഞ്ഞ് പേരും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തു. ഞാൻ പിന്നീട് പല സ്ഥലത്തും സോഷ്യൽ മീഡിയയിലൊക്കെ തപ്പി. മാഡം, എനിക്കെങ്ങും അങ്ങേരുടെ ഒരു ഡീറ്റെയിൽസും കിട്ടിയതുമില്ല. ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ ശ്രമിക്കാമെന്ന്. പക്ഷേ നീ നമ്മുടെ ഈ ടീച്ചർ ചേച്ചിയുടെ കാര്യം ശ്രമിക്കണമെന്ന് പറഞ്ഞു. എന്തായാലും അവരെന്നോട് നല്ല സ്നേഹമായിട്ടാണ് പെരുമാറിയത്. ഞാനും തിരിച്ചു പെരുമാറി. അത് കഴിഞ്ഞപ്പം ഞാൻ വെറുതെ പറഞ്ഞു, ആ ചേച്ചി എന്തായാലും ടീച്ചറല്ലേ, വലിയ കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന ആളല്ലേ, എന്തെങ്കിലും കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, അതിനെന്താടി, ഒരു പ്രശ്നമില്ല, നീ എപ്പോഴും എന്നെ വിളിക്കുക, നീ എൻ്റെ അനിയത്തിയല്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നീട് ഫസ്റ്റ് ടാർഗറ്റായ ചേച്ചിയെ പല ആവശ്യങ്ങൾക്ക് വിളിക്കാൻ തുടങ്ങി. ചേച്ചിക്കിടയ്ക്ക് ഞാൻ ഗിഫ്റ്റുകളൊക്കെ സമ്മാനമായി കൊടുക്കാൻ തുടങ്ങി. അതൊക്കെ എൻ്റെ ഹസ്ബൻഡ് തന്നതാണ്. അപ്പോൾ എനിക്കത് പ്രശ്നമൊന്നുമില്ല.
അങ്ങനെ ഒരു ദിവസം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പം 3-4 മാസമല്ലേ ആയിട്ടുള്ളൂ. ചേച്ചിയോട് എനിക്കത് പറയാമെന്നറിയില്ല. ചേച്ചിക്ക് എന്തായാലും കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളല്ലോ, ഒരു കുട്ടിയുണ്ടല്ലോ, അപ്പോൾ എനിക്ക് പറയാൻ പറ്റുമായിരിക്കുന്നു. ചേച്ചി ഉടനെ ആകാംക്ഷയോടി എന്താടി എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ നേരി കാണുമ്പോൾ പറയാമെന്ന്, നീ വാ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ തനിയെ ചേച്ചിയുടെ വീട്ടിൽ പോയി. ചേച്ചിയുടെ ഹസ്ബൻഡ് ഇല്ല, പുള്ളിക്കാരൻ 8 മണിയാകുമ്പോഴേ വരികയുള്ളൂ. ആ സമയത്ത് ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഒരു പ്രശ്നമുണ്ട്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായല്ലോ, ഞങ്ങൾ തമ്മിൽ ശരിയായിട്ട് അങ്ങോട്ട് കാര്യങ്ങൾ റെഡിയാകുന്നില്ല. എന്താന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് കാണുമ്പോൾ തന്നെ പേടിയാണ്, ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നറിയില്ല. ഒത്തിരി വട്ടം ചേട്ടൻ ശ്രമിച്ചതാണ്, പക്ഷേ അങ്ങോട്ട് ശരിയാകുന്നില്ല. സത്യം പറയാമല്ലോ, അങ്ങനെയൊന്നും ആരും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ വീഡിയോയിലൊക്കെ കാണില്ലേ, അത്തരമൊക്കെ ആൾക്കാരെ പോലൊക്കെ ആ ചേട്ടൻ്റെ ഈ കാര്യങ്ങളൊക്കെ പുള്ളി അടുത്ത് വരുമ്പോൾ കാര്യങ്ങളൊന്നും റെഡിയായിട്ട് നടക്കുന്നില്ല. ഈയിടെയായിട്ട് എന്നോട് അങ്ങ് ദേഷ്യമാണെന്ന്. അത് പറഞ്ഞപ്പോഴേക്കും ചേച്ചി മൂക്കത്ത് വെൽ വെച്ചു. എൻ്റെ കൊച്ചേ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ, ഈ കാര്യങ്ങളൊക്കെ എപ്പോഴേ റെഡിയാകേണ്ടതാണ്. അവൻ ഇങ്ങോട്ട് വരുമ്പോഴേക്കും നീ വേണ്ടെന്ന് പറയരുത്. നീ മനഃപൂർവ്വം തയ്യാറാകണം. സ്വന്തം ഭർത്താവല്ലേ, ഭർത്താവിനെ റിസീവ് ചെയ്യാൻ മടിക്കുന്ന ഏതെങ്കിലും പെണ്ണുങ്ങളുണ്ടോ? ഞാൻ പറഞ്ഞു, ചേച്ചി അതല്ല, പുള്ളിക്ക് സൗന്ദര്യമുണ്ട്, ദേഹ സൗന്ദര്യമുണ്ട്, എല്ലാമുണ്ട്. ഈ ഒരു കാര്യം ഇങ്ങനെയാകുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ. ഇത്തിരി എന്നെക്കൊണ്ട് പറ്റില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ അത്ര പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് ചേച്ചി, വേറെ ആരെയാണെങ്കിലും ഞാൻ കാണിക്കില്ല, പക്ഷെ ചേച്ചി എനിക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഭർത്താവ് ശരിക്കും മിടുക്കനാണല്ലോ. എന്നോട് പറഞ്ഞ സ്ക്രിപ്റ്റാണ് ഞാനവിടെ അവതരിപ്പിച്ചത്. അങ്ങനെ ഫോട്ടോ ഞാൻ കാണിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഒന്ന് നോക്ക്, സാധാരണമാണോ, ഇത്തിരി അസാധാരണമല്ലേ ചേച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി അതിലൊന്ന് നോക്കി. ചേച്ചിയുടെ മുഖത്ത് എന്തൊക്കെയോ ഭാവങ്ങൾ, മഞ്ഞ ബൾബുകൾ മിന്നി കത്തുന്നു എന്ന് പറഞ്ഞതുപോലെ മാറി മറയുന്നു. ചേച്ചിക്ക് ഇക്ഷ പിടിച്ചെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും ഞാൻ കഥ തുടർന്നു. ചേച്ചി നോക്കൂ, ചേച്ചി ഒന്ന് അനലൈസ് ചെയ്തു. ചേച്ചിയാണെങ്കിൽ ഹസ്ബൻഡുമായിട്ട് എക്സ്പീരിയൻസ് ഉള്ളതല്ലേ, ചേച്ചി പറ. അപ്പോൾ ചേച്ചി അടിമുടി നോക്കിയിട്ട്, മോളെ ശരിയാടി, നീ പറഞ്ഞത് ശരിയാ കേട്ടോ, ഇതൊക്കെയായിരുന്നെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചേച്ചി ഹസ്ബൻഡ് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, എൻ്റെ മോളെ പാതി പോലുമില്ല എന്ന് പറഞ്ഞു. ശരിയാ, അപ്പോൾ ചേച്ചി ഞാൻ ബുദ്ധിമുട്ടുന്നതിൽ കാര്യമുണ്ട്. ചേച്ചി പറ, ഇതിനെന്താ പരിഹാരം? അപ്പോൾ ചേച്ചി പറഞ്ഞു, മോളെ ആവശ്യക്കാരികൾ നമ്മളാണ്, ഭർത്താവിനെ സ്വന്തമാക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് വന്നാലും വേണ്ടില്ല, ഞാനിന്ന് ഇത് പരിപൂർണയാക്കും എന്ന് വിചാരിച്ച് സ്വീകരിക്കണം. ചേച്ചി എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ? അപ്പോൾ ചേച്ചി പറഞ്ഞു, ഒരു കുഴപ്പം ഉണ്ടാകില്ല. ആദ്യത്തെ കുഴപ്പം നമ്മളങ്ങ് താങ്ങുമെന്ന് വിചാരിക്കുക. ഇപ്പം ഗർഭിണിയായി, പ്രസവിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര പ്രയാസമാണെങ്കിലും നമ്മൾ പ്രസവിക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ നീ എന്ത് ചെയ്യണം? എനിക്ക് റിസീവിങ്ങിന് പറ്റും, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഇന്ന് ഭൂകമ്പം ഉണ്ടായാലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ ചേട്ടനെ അകത്തേക്ക് ഞാൻ ഇന്ന് ആനയിക്കും എന്ന് വിചാരിക്കണം മോളെ. അത്രയും ധൈര്യം വേണം, അതേ ശരിയാകുള്ളൂ. പക്ഷെ നീ പറഞ്ഞത് ശരിയാ. അവൻ ഇങ്ങനെയൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ലല്ലോ, ഞാൻ ആരോടും പറയില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി കൊലസ എന്നെ സാന്ത്വനിപ്പിച്ചു. മോളെ ട്രൈ ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞു, ചേച്ചിയുടെ ആഗ്രഹമല്ലേ, ഇനി ഞാൻ ശ്രമിക്കും, നാളെ ഞാൻ റിസൾട്ട് പറയാം ചേച്ചി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോകുന്നു. അന്ന് രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോഴില്ലേ ചേച്ചിയുടെ ഒരു 10 മെസ്സേജ്, നീ എഴുന്നേറ്റില്ലേ, ഇന്നലെ എങ്ങനെയായിരുന്നു, ചേച്ചി പറഞ്ഞത് നിനക്ക് ഉപകാരപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ ഉള്ളാലെ ചിരിച്ചു. ഈ പദ്ധതികളെല്ലാം രാത്രി ഞാൻ ഭർത്താവിനോട് പറഞ്ഞിരുന്നു. ഭർത്താവ് പറഞ്ഞു, രാവിലെ നീ വേറെ ഫോട്ടോയുടെ അയച്ചു കൊടുക്കണം. ഇന്നലെ ഏകദേശം ഓക്കെ ആയി ചേച്ചി, ഇന്നലെ ഇത് കഴിഞ്ഞപ്പോഴുള്ള ലക്ഷണമാണ് എന്ന് പറഞ്ഞ് നീ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ചേച്ചിക്ക് മറുപടിയായിട്ടും, ഇന്നലെ കുറച്ചൊക്കെ സക്സസ് ആയിരുന്നു ചേച്ചി, ഇന്നലത്തെ ദൃശ്യങ്ങളാണെന്ന് പറഞ്ഞ് ഞാൻ 2-3 ഫോട്ടോ അയച്ചു കൊടുത്തു. ഹസ്ബൻഡ് മാത്രം അതിൽ നിറഞ്ഞു നിന്നിരുന്നു. അപ്പോൾ ചേച്ചി പറയണം, നീ ഒരു ഭാഗ്യവതിയാ മോളെന്ന്. ഞാൻ ചോദിച്ചു, എന്താ ചേച്ചിന്ന്? പിന്നെ ഞാൻ ഫോൺ വിളിച്ച് ചേച്ചിയോട് സംസാരിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, എന്ത് ചെയ്യാനാ, അവൻ ഇത്രയ്ക്ക് നല്ലവനാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ
പറഞ്ഞു, ചേച്ചി ഒരു പ്രശ്നവുമില്ല, ചേച്ചിയെ വിശ്വസിച്ച് എന്തും പറയാമല്ലോ, അതുകൊണ്ട് എൻ്റെ ജീവിതം പുഷ്ടിപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിനെ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഉപദേശിക്കണേ, വിളിച്ച് സംസാരിക്കണേ, എന്നോടുള്ള ആ ഒരു സമീപനമൊക്കെ അദ്ദേഹത്തിന് നന്നാണെങ്കിൽ ചേച്ചിയുടെ ഉപദേശം വേണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധം ഞാനങ്ങ് ദൃഢപ്പെടുത്തി കൊടുത്തു മാഡം. പിന്നെ ഹസ്ബൻഡില്ലേ അങ്ങോട്ട് കയറി സംസാരിക്കാൻ തുടങ്ങി. അവർ ചാറ്റ് ചെയ്യുന്നതും വിളിക്കുന്നതുമൊക്കെ ഞാനും കാണും അടുത്ത്. ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം ചേച്ചി പറഞ്ഞു, അങ്ങനെ ഇല്ലാത്ത സമയത്ത് വാ എൻ്റെ മോനെ, അവൾ അറിയില്ലേ എന്നൊക്കെ പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു, അവളൊരു പൊട്ടിയാണ്, അവൾക്ക് ചേച്ചി ഒത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ട് അവൾ ഒരിക്കലും അറിയില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പുറത്ത് അത് കേട്ട് ഞാൻ ചിരിച്ചു. അവസാനം പറഞ്ഞ ഡേറ്റിൽ ഹസ്ബൻഡിനെ ഒരുക്കി വിട്ടത് ഞാനാണ്. പിന്നെ ഹസ്ബൻഡോടെ പോയിട്ട് ചില ചിത്രങ്ങളും ബാക്കിയുള്ള കഥകളുമൊക്കെ ആയിട്ട് വന്നു. അന്ന് ഹസ്ബൻഡ് ഒത്തിരി സന്തോഷവാനായിരുന്നു. നമ്മൾ തമ്മിൽ ഏറ്റവും കൂടുതൽ യോജിച്ചു പോകുന്ന ആളുകളാണ്, നമ്മൾ ഒരിക്കലും പിരിയതെന്ന് പറഞ്ഞ് ഹസ്ബൻഡിനോട് അന്ന് ഒത്തിരി സംസാരിച്ചു. അന്ന് ഞങ്ങൾക്ക് തമ്മിലുള്ള ഇഴയെടുപ്പം കൂടി മാഡം. പിന്നീട് ഹസ്ബൻഡ് എന്നോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. എനിക്ക് ചില സമയത്തൊക്കെ അദ്ദേഹത്തെ ആശ്രയിക്കാൻ തോന്നാറുണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ മറ്റു റിഗ്രറ്റുകൾ ഒന്നുമില്ലാത്തതിലേക്ക് കടക്കും. എന്ന് വെച്ചിട്ട് ഭാര്യ ഭർത്താവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രഡീഷണൽ ഭാര്യ ഭർത്താവല്ല, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളെ പോലെയാണ്. എന്നോടും ഇഷ്ടമുള്ളവ തിരഞ്ഞെടുത്തോളം പറഞ്ഞിരുന്നു, പക്ഷേ എൻ്റെ മനസ്സിൽ ഒന്നുമില്ലായിരുന്നു. വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. ഭർത്താവിൻ്റെ 3 ടാർഗറ്റുകൾ ഇതുപോലെ ഞാൻ പൂർത്തിയാക്കി മാഡം. ആ സമയത്ത് ഹസ്ബൻഡ് എനിക്കൊരു സർപ്രൈസ് തന്നു. ഹസ്ബൻഡ് എൻ്റെ പഴയ കാമുകനെ തപ്പി കണ്ടുപിടിച്ചു. സോഷ്യൽ മീഡിയയിൽ പ്രൊഫൈൽ ഉണ്ടാക്കി ഞാൻ എന്നുള്ള രീതിയിൽ അയാളോട് ചാറ്റ് ചെയ്തു. അവസാനം പുള്ളിയോട് പറഞ്ഞു, ഹസ്ബൻഡ് പാവമാണ്, അദ്ദേഹം ഭയങ്കര ബിസിയാണ്, നാട്ടിൽ വന്നാൽ നമുക്ക് കാണുകയൊക്കെ ചെയ്യാം, ഞാൻ ഒരിക്കലും എൻ്റെ വിവാഹ ജീവിതം വേർപെടില്ല, പക്ഷേ നീ വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി എന്നും കാത്തിരിക്കും, അവൈലബിൾ ആയിരിക്കും, സാഹചര്യമുണ്ട്, പഴയതുപോലെ നമുക്ക് അടിച്ചു പൊളിച്ച് നടക്കാം എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പഴയ കാമുകൻ അങ്ങ് സമ്മതിച്ചത്രേ. അവനിപ്പോൾ അടുത്ത ആഴ്ച നാട്ടിൽ വരുന്നുണ്ട്. ആ സമയത്ത് നീ പോയി കണ്ടാൽ മതി. നിങ്ങൾ കറങ്ങി നടന്നു, ഒരു പ്രശ്നവുമില്ല, നിൻ്റെ വീടിനടുത്തൊന്നുമല്ലല്ലോ, ഇവിടെയല്ലേ, നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ ഓക്കെ ആക്കാം, ഒരു പ്രശ്നവും വേണ്ട എന്ന് പറഞ്ഞ് ഹസ്ബൻഡിനെ പ്രോത്സാഹിപ്പിച്ചു മാഡം. അങ്ങനെ കാമുകൻ വന്നപ്പോൾ ഞാൻ പോയി കണ്ടു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി വീണ്ടും സംഗമങ്ങളായി. ഹസ്ബൻഡ് അതിന് പൂർണ്ണ പിന്തുണ നൽകി. പക്ഷേ മാഡം, എൻ്റെ പഴയ കാമുകനും കല്യാണം കഴിച്ചിരുന്നു. അവസാനം അയാൾ നാട്ടിൽ തന്നെ നിൽക്കാൻ ആരംഭിച്ചു. ഇപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് വേണമെങ്കിൽ പുതിയ ഭാര്യയെ അയാൾ ഉപേക്ഷിക്കാം, അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് രണ്ടുപേരും കൂടി ഒരു ജീവിതം തുടങ്ങാമെന്നാണ്. എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ കാമുകൻ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ ഉപേക്ഷിച്ചിട്ട് നിൻ്റെ കൂടെ വരാം, നീ നിൻ്റെ ഭർത്താവിനെ വിശ്വസിച്ച് നിൽക്കേണ്ട കാര്യമില്ല, നമുക്ക് പുതിയ ജീവിതം തുടങ്ങാമെന്ന്. മാഡം, എനിക്ക് നല്ല കൺഫ്യൂഷനുണ്ട്, ശരിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. മാഡം പറയുന്നത് ഞാൻ കേൾക്കും, ഏതായിരിക്കും എനിക്ക് ബെറ്റർ ബന്ധം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബെസ്റ്റ് എൻ്റെ കാഴ്ചപ്പാടിൽ ഈ 2 ബന്ധങ്ങളും ഒട്ടും നല്ലതല്ല, നേരാവണ്ണമല്ല ജീവിക്കുന്നതെന്ന് ഈ കഥയിൽ നിന്ന് മനസ്സിലായല്ലോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതിലിപ്പോൾ സദാചാരവും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല, ഞാൻ ആരെയും പ്രോത്സാഹിപ്പിക്കുമല്ല. ഒരു കാര്യം പറയാം, ഭർത്താവിൻ്റെ കൂടെ നിങ്ങൾ തുടരുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം അങ്ങേർക്ക് ആരെയും ചതിക്കണമെന്നില്ല, ഓപ്പണപ്പായിട്ട് നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ ഓക്കെ ആണെന്ന് പറയുന്നു. ആ വിവാഹബന്ധം അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അങ്ങേരുടെ കാര്യങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അങ്ങേർക്ക് ആഗ്രഹമുണ്ട്. അതിന് നിങ്ങളൊരു കരിവായിട്ട് ഉപയോഗിക്കുന്നു, നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലവും കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കണക്കിൽ നോക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തികേടാണെങ്കിലും അത് ശരിക്കും കൊണ്ടുപോകുന്നത് ആരാണ്? നിങ്ങളുടെ ഭർത്താവാണ്. അപ്പോൾ അങ്ങനെ കൂടെ നിൽക്കുന്നതാണ് നിങ്ങൾക്ക് ബുദ്ധി എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് പ്രോത്സാഹനമല്ല. പക്ഷേ കാമുകൻ അങ്ങനെയല്ല. അങ്ങേര് വീട്ടുകാർ പറയുന്നതനുസരിച്ച് വിദേശത്ത് പോയി വേറെ പെണ്ണിനെ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിയെ ഉപേക്ഷിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഒരാളെ ഉപേക്ഷിക്കാമെന്ന് പറയുന്ന ഒരാൾ തീർച്ചയായിട്ടും നല്ലവനല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഈ കഥയിൽ എനിക്കൊട്ടും താല്പര്യമില്ല മറുപടി പറയാൻ. എങ്കിലും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് നിൽക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. ഇത് ഏതെങ്കിലും രീതിയിലുള്ളൊരു പോസിറ്റീവായുള്ള അഭിപ്രായമായിട്ട് എടുക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരിത് കേട്ടിട്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് പറയുകയോ ഒന്നും ചെയ്യരുത്. എനിക്കിതിലൊന്നുമില്ല. ഈ കഥയിൽ കേട്ടതിൽ ബെറ്റർ തമിഴ് ഭേദം തൊമ്മൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ മറുപടി പറഞ്ഞതേ ഉള്ളൂ. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല.